ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ ഫ്രാക്ഷൻ്റെ സബ്ട്രാക്ഷൻ പോർഷനാണ് നോക്കുന്നത്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 3 ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മൈനസ് ചെയ്ത് ആൻസർ മാത്രം എഴുതിയാൽ മതി, ന്യൂമറേറ്റർ മൈനസ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 അപ്പോൾ എത്ര ആയിട്ടുന്നത്? 5 - 3 2 അല്ലേ? അടുത്തത് നോക്കിയേ, 7/9 - 5/9. ദാറ്റ്സ് ഓൾസോ 9 ആണ് ഡിനോമിനേറ്റർ. 7 - 5 2. ഇതിന് നെക്സ്റ്റ് വൺ നോക്കിയേ, അതിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 27. 10 - 1 9. ഇതിനെ നമുക്ക് 1/3 എന്ന് എഴുതാം കേട്ടോ, 1/3. ഈ 2/8 നമുക്ക് 1/4 എന്ന് ഷോർട്ട് ഫോമിൽ എഴുതാമേ. അടുത്തതിന് ഡിഫറെൻ്റ് ഫ്രാക്ഷൻ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ആദ്യത്തേത് സെയിം ഡിനോമിനേറ്റർ ആണ്, 8 - 3 5 അല്ലേ? 5/15 ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് നോക്കി, അടുത്തത് 2/5 - 4/15 ആണ്. അപ്പോൾ 5ൻ്റെയും 15ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് 15 ആണ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2/5 എന്നുള്ളതിനെ നമ്മൾ ഡിനോമിനേറ്റർ 15 ആക്കാൻ വഴി 5 × 3 2 × 3 ദാറ്റ് മീൻസ് 6/15 എന്ന് കിട്ടും. ശരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 6/15 - 4/15 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/15. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് സിയുടെ എങ്ങനെയാണ്? 5/6ഉം 9ഉം. 6ൻ്റെയും 9ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 36 ആണ് അല്ലേ? 6ൻ്റെ ടേബിളിലും 9ൻ്റെ ടേബിളിലും 36 ഉണ്ട്. അപ്പം ഈ 6നെ 36 ആക്കാൻ എന്ത് ചെയ്യണം? അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ആൻഡ് 5 × 6. മുകളിലും താഴെ സെയിം നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 4/9. 9നെ 36 ആക്കാൻ എന്ത് ചെയ്യണം? 9 × 4. ആ 4 കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതെത്ര? 5 6 30. 30/36 മൈനസ് 4 4 16/36. ദെൻ 36 ആണ് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ വന്നത്. സോ 30 - 16 എത്രയാണ് വരുന്നത്? 40. നമുക്ക് ഷോർട്ട് ഫോമിൽ 7/18 എന്ന് എഴുതാം. അടുത്തത് നോക്കിയേ, ദിസ് വൺ 2/3 - 1/2. നമ്മൾ 3യുടെയും 2ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 6 ആണ്. അപ്പോൾ 2 × 3യുടെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 വരുന്നത്? 2 അല്ലേ? അടുത്തത് 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ? അപ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. 4/6 - 3/6 ദാറ്റ് മീൻസ് 1/6. ഇനി അടുത്ത് സബ്ട്രാക്ട് ആസ് ഇൻഡിക്കേറ്റഡ്. ഇനി തന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണേ. 13/4 ഫ്രം 10/3. അതായത് 10/3യിൽ നിന്ന് 13 - 4 മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം എന്ന് പറയുന്നത് 10/3 ആണ്. അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പം 10/3 - 13/4. 3യുടെയും 4ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ 12 ആണ്. നമ്മളിപ്പോൾ പലയിടത്തും പഠിച്ചതാണ്. അപ്പോൾ 3യെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 12 ആക്കുന്നു. അപ്പം മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ഇവിടെ 4നെ 12 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ 3 കൊണ്ട് നമ്മൾ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 10 × 4 എത്രയാണ് കിട്ടുന്നത്? 40/12 മൈനസ് 13 × 3. നമുക്ക് 13 × 3 എത്ര കിട്ടുന്നത്? 39 അല്ലേ? 39/12 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1/12 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അടുത്തത് നോക്കിയേ, 18/5 ഫ്രം 23/3. 23/3യിൽ നിന്ന് 18/5 മൈനസ് ചെയ്യണം. 3യുടെയും 5ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് അല്ലേ? അപ്പോൾ 23
3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ 5 കൊണ്ട് തന്നെ 23യെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 18 ഇൻറ്റു 3/5 ഇൻറ്റു 3 എത്രയാണ് നമുക്ക് 23 ഇൻറ്റു 5. 23 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടുന്നത്? 115 അല്ലേ? ബൈ 15 മൈനസ് 18 ഇൻറ്റു 3യോ 54 അല്ലേ? 54/15. ഇനി മൈനസ് ചെയ്ത് നോക്കാം. 5 മൈനസ് 4 1. ദെൻ എന്ത് ചെയ്യണം? 1 പറ്റത്തില്ല. സോ നമ്മൾ 11 ഉണ്ട്. 11 മൈനസ് 5 നോക്കി ഇവിടെ മാറ്റിയിട്ട് മൈനസ് ചെയ്ത് നോക്കുക കേട്ടോ. 1 11 11 നിന്ന് 5 61 ശരിയല്ലേ? 61/15 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അടുത്തത് നോക്കി. അടുത്തത് 29/7 ഫ്രം 45/7. ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 7 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ എഴുതുക. പിന്നെ എന്താണ്, ഒരു 45ൽ നിന്ന് 29 മൈനസ് ചെയ്ത് എഴുതുക. 45ൽ നിന്ന് 29 മൈനസ് ചെയ്ത് നോക്കാം. 15 6 ദെൻ 3 16 അല്ലേ? 16/7 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സോൾവ് ദ പ്രോബ്ലം. ജയ സ്കൂൾ ഈസ് 7/10 കിലോമീറ്റർ ഫ്രം ഹെർ ഹോം. ജയയുടെ സ്കൂള് 7/10 കിലോമീറ്റർ ഫ്രം ഹെർ ഹോം. അവിടെ വീടിൽ നിന്നുള്ള ദൂരമാണ് പറഞ്ഞേക്കുന്നത്. ഷി ടേക്ക് ആൻ ഓട്ടോ ഫോർ ½ കിലോമീറ്റർ. 1/2 കിലോമീറ്റർ അവൾ ഓട്ടോയിലാണ് പോകുന്നത്. ബാക്കി അവൾ നടന്നുമാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ ഡെയിലി നടന്നു പോകുന്ന ദൂരമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവർക്ക് പോകുന്ന ദൂരം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ്? 7/10 ആണ് മൊത്തമുള്ള ദൂരം. അതിൽ നിന്ന് എന്താണ് 1/2 കിലോമീറ്റേഴ്സ് അവൾ നടന്നു പോകുന്നു. ബാക്കിയാണ് കാണേണ്ടത്. അപ്പോൾ 7/10 മൈനസ് 1/2. 7/10 ഈ 10 ആണ് 2നും 10നെയും കോമൺ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു 5 എന്ന് ചെയ്യുക. 1 ഇൻറ്റു 5. അപ്പോൾ എത്രയായി? 7/10 മൈനസ് 5/10. അപ്പോൾ 7/10 മൈനസ് 5/10. ദെൻ മൈനസ് 5 2/10 എന്ന ആൻസർ വരും. ദാറ്റ് മീൻസ് 1/5. അപ്പോൾ അവൾ റിമൈനിങ് ചെയ്യേണ്ട എത്രയാണ്? സ്കൂളിലേക്ക് എത്താൻ ബാക്കി അവൾ എന്താ ചെയ്തിരിക്കുന്നത്? ഡെയിലി വാക്ക് ചെയ്യുന്നത് എത്രയാണ്? 1/5 കിലോമീറ്റർ ആണ് കേട്ടോ. അടുത്ത ജീവിക ടേക്ക് 10/3 മിനിറ്റ്സ് ടു ടേക്ക് എ കംപ്ലീറ്റ് റൗണ്ട് ഓഫ് ദ പാർക്ക് ആൻഡ് ഹെർ ഫ്രണ്ട് നമിത് ടേക്ക് 13/4 മിനിറ്റ്സ് ടു ഡു ദ സെയിം. അതായത് ജീവിക 3ൽ 10 മിനിറ്റ് കൊണ്ട്, അതായത് 10/3 മിനിറ്റ് കൊണ്ട് ഒരു പാർക്ക് റൗണ്ട് ചെയ്യും. നമിത് അത് 13/4 കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് പെട്ടെന്ന് ഓടി തീർത്തത് അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് തീർത്തത്? അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഡിനോമിനേറ്റർ അല്ലേ, ഫ്രാക്ഷണൽ യൂണിറ്റ് കറക്റ്റ് അല്ല, ഇതെല്ലാം സെയിം അല്ല. അപ്പം നമ്മൾ സെയിം ആക്കണം. 10/3യും 13/4ഉമാണ്. അപ്പോൾ ഡിനോമിനേറ്റർ 4ഉം 3യുമാണ്. അതിൻ്റെ ഇത് കോമൺ മൾട്ടിപ്പിൾ വരുന്നത് 12 അല്ലേ? 12 വരുന്നത് 3 ഇൻറ്റു 4 ആണ് 12. അപ്പം 10 ഇൻറ്റു 4 എത്ര കിട്ടും? 40/12. അടുത്ത ആൾ 13 ആണ്. അപ്പോൾ 13/4 ആണ്. 4 ഇൻറ്റു 3 12 ആണെങ്കിൽ അല്ലേ? അപ്പോൾ 12 3 9 ദെൻ 39. 40/12ഉം 39/12ഉം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഫ്രാക്ഷൻ യൂണിറ്റ് കൂടുതൽ ഏതാണ്? 40/12 എന്ന് പറയുന്നതാണ് ഫ്രാക്ഷൻ കൂടുതൽ. ദാറ്റ് മീൻസ് അത് കൂടുതൽ സമയമാണ്. ഹൂ ടേക്സ് എ ലെസ് ടൈം? നമുക്കറിയേണ്ടത് ഏറ്റവും കുറച്ച് സമയം എടുത്ത ആളുടെയാണ്. അപ്പോൾ 39/12 എന്ന് പറയുന്നതാണ് അല്ലേ ചെറിയൊരു ഇതെന്ന് പറയുന്നത്. ദെൻ അടുത്ത 40/12 ആണ്. അപ്പോൾ ജീവിക 40/12 ടൈം കൊണ്ടും പിന്നെ നമിത് എന്താണ് 13/4 ടൈം കൊണ്ടുമാണ്
നമുക്ക് പാർക്ക് റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. 1/12 വ്യത്യാസമാണ് അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഡിഫറൻസ് എത്രയാണ്, 1/12 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആരാണ് ലെസ് ടൈം എടുത്തത്, ആരാണ് 1/12 വ്യത്യാസം ആരാണ് കുറച്ചെടുത്തേക്കുന്നത്, നമിത്താണ്. അപ്പോൾ അതും നിങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലെസൺ തീർന്നിരിക്കുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് നാളെ മുതൽ അടുത്ത ലെസൺ തുടങ്ങാം. ഓക്കെ.